ഫത്വകൾക്കൊരു സ്വഭാവമുണ്ട്. ചോദിക്കുന്ന വ്യക്തി, ചോദിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ആ ഒരു കാലം, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് എന്താക്കാറുള്ളത്, മതവിധി നൽകാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തോന്നുന്നത് ഇതെന്താണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞതിന് എതിരാണെന്ന് തോന്നുന്നുണ്ടല്ലോ, ഈ ഫത്വയിൽ എന്താണ് ഇദ്ദേഹം ഷെയ്ഖ് ഇബ്രാഹിം അലി ഷെയ്ഖ് പറഞ്ഞതിന് എതിരാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതായത് ഇബ്രാഹിം അലി ഷെയ്ഖ് പറഞ്ഞാൽ ഒന്നാമത്തെ മുഫ്തി, സൗദി അറേബ്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഗ്രാൻഡ് മുഫ്തിമാരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആൾ ഇബ്രാഹിം അലി ഷെയ്ഖ്, രണ്ടാമത്തത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, മൂന്നാമത്തത് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്. ഇപ്പോൾ കഴിഞ്ഞ ആയിഷ മരിച്ചു, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ എന്താക്കിയിട്ടുള്ളത്, ഇപ്പോൾ ഫൗസാൻ ഹഫിളഹുല്ലയെ നാമനിർദ്ദേശം ചെയ്യല അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി, ഇപ്പോൾ ഫത്വയുടെ വിഷയം പറയുന്ന ഇടയിൽ കൂടെ തന്നെ ആലുഷേഖന്മാരാണ്, അഥവാ ആലുഷേഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ മക്കളും പേരക്കുട്ടികളെ കുറിച്ചാണ്. അഷേഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആലുഷേഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ആണ് വരാറുള്ളത്, അവിടുത്തെ മുഫ്തിമാരായിക്കൊണ്ട്. അതിൽ നിന്നിപ്പോൾ രണ്ടാളാണ് ഇപ്പോൾ വ്യത്യസ്തരായി വന്നത്, ഒന്ന് ഇബ്നു ബാസും രണ്ടാമത്തത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലയും. അപ്പോൾ അവരുടെ ആ ഒരു ഇൽമും കാര്യങ്ങളും തന്നെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലയുടെ അടക്കം ഫത്വകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗദി അറേബ്യയുടെ സാഹചര്യത്തിൽ ചോദിച്ച ഫത്വയാണെങ്കിൽ അദ്ദേഹം ആ നിലക്കാണ് ഉത്തരം കൊടുക്കുക. ഇപ്പോൾ ഇതിൽ മുഫ്തിമാർ ഇനിയിപ്പോൾ അവരോട് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ആദ്യം പറയും അത് നിങ്ങളെന്താക്കണം, നിങ്ങളുടെ നാട്ടിലെ മുഫ്തിമാരോട് ചോദിച്ചോളൂ എന്നാണ്. അപ്പോൾ ഇവിടെ ചില ആൾക്കാർക്ക് പറയലെന്താ വെച്ചാൽ ഇവിടെ ഒന്നും ആലിമീങ്ങളില്ല, ഇവിടെ ആരും മുഫ്തിമാരൊന്നും ഇല്ല എന്നുള്ള നിലക്കാണ് പറയാറുള്ളത്. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ അബ്ദുള്ള സുബൈയിൽ ഷെയ്ഖിൻ്റെ ഉസ്താദായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം കോഴിക്കോട്ട് വന്ന സമയത്താണ് ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അന്ന് ഈ ബാനസീർ ഭൂട്ടോ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായ സമയമാണ്. അതിപ്പോൾ ഞാനിത് നമ്മൾ എന്താണ് പറയുക, നമ്മളെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു കേട്ട് അതിൽ നിന്ന് പറയണം, നമ്മളൊന്നും ഇല്ല സമയമല്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീകൾ നേതൃത്വ സ്ഥാനത്ത് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അപ്പോൾ ബാനസീർ ഇപ്പോൾ ഇവിടെ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയായിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾ പാകിസ്ഥാനത്തെ മുഫ്തിമാരോട് ചോദിച്ചു നോക്കുന്ന. പാകിസ്ഥാനത്തെ മുഫ്തിമാരോടെ ചോദിക്കേണ്ടത് എന്നോടല്ല, കാരണം പാകിസ്ഥാൻ്റെ അവസ്ഥ പാകിസ്ഥാനെ അറിയുള്ളൂ, എനിക്കറിയില്ല. അപ്പോൾ ഈ ചോദിക്കാൻ വരുന്ന ആളുകൾക്ക് ഈ ഒരു ബോധം പോലുമില്ലാതെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ കൊടുക്കുന്ന ചില ഫത്വകൾ അത് സന്ദർഭത്തിൽ നിന്നും അടർത്തിക്കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല ഇങ്ങനെ ജനാധിപത്യം ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അതിന് അവർ അത് ഫത്വ കൊടുത്തൊരു എന്തുണ്ടാവും, ഒരു സാഹചര്യം ഉണ്ടാവും, ചോദിച്ചൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.